Hello everyone! ഇന്ന് നമുക്കൊരു അടിപൊളി ഇളനീർ പുഡിംഗ് ആയാലോ. നമ്മളുടെ ഈ കോക്കനട്ട് പുഡിംഗ് രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് നമ്മളിപ്പം കാരമൽ കസ്റ്റർഡ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ മുട്ടയൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതല്ലാതെ ഇപ്പം ഇന്ന് കാണിക്കുന്ന മോഡലിലും അങ്ങനെ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആകെ നമ്മളുടെ ആ ജലറ്റിൻ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ കുക്കിംഗ്. ബാക്കിയെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അപ്പം ഈ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ എന്താ പറയുക, ഫ്ലഫി ആയിട്ടുള്ള ഈ ഒരു ഇളനീർ പുഡിംഗ് നമുക്ക് കാണുന്നതിന് മുമ്പ് ഈ കറി ആൻഡ് സ്പൈസസ് രഞ്ജു സോൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ വിട്ടുപോവുകയും ചെയ്യുക. ഓക്കെ, ഇനി നമ്മളുടെ ഈ അടിപൊളി പുഡിംഗ് ഒന്ന് കാണാം. ഇപ്പം നമ്മളുടെ പുഡിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. കരിക്കിൻ വെള്ളം ഒരു കപ്പ് ഞാനിപ്പോൾ എല്ലാം 250 ml ഗ്ലാസിൻ്റെ മെഷർമെൻറ്റിലാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ തേങ്ങാപ്പാല് അതും ഒരു കപ്പ്. പിന്നെ കണ്ടൻസ് മിൽക്ക് അത് ഒരു ടിന്ന് ഞാൻ എടുക്കുന്നുണ്ട്. അത് മധുരം അനുസരിച്ചിട്ട്, കാരണം നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ പഞ്ചസാര ഒന്നും യൂസ് ചെയ്യണില്ല. അപ്പം ഇത് മിക്സ് ചെയ്യുമ്പോൾ മധുരം അനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ആ കരിക്ക് പൊട്ടിക്കുമ്പോൾ നമുക്ക് ആ ഫ്ലഷ് കിട്ടില്ലേ, അത് കുറച്ച്. പിന്നെ ജലറ്റിൻ ഞാനിപ്പം ഒരു 1.5 ടേബിൾ സ്പൂണോളം ജലറ്റിൻ എടുക്കുന്നുണ്ട്. ഇതിപ്പം ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് എന്നും പറഞ്ഞിട്ട് കിട്ടുന്നതാണ്. അതിനകത്ത് ഫ്ലേവറിങ് ഒന്നുമില്ല, അല്ലാതെ ഫ്ലേവർ ഉള്ള ഇപ്പം സ്ട്രോബെറി ഫ്ലേവർ, അങ്ങനെ ഓറഞ്ച് ഫ്ലേവർ, അങ്ങനെ ഫ്ലേവേർഡ് ജലറ്റിനും കിട്ടും. അത് യൂസ് ചെയ്യരുത്. ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് എന്നും പറഞ്ഞിട്ടുള്ള ജലറ്റിനാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ജലറ്റിൻ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു 1/4 കപ്പ് തണുത്ത കരിക്കും വെള്ളമാണ്. കരിക്കും വെള്ളം ബാക്കി ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ തണുത്ത വെള്ളം എടുത്താൽ മതി. പക്ഷെ തണുത്ത വെള്ളമായിരിക്കണം എന്ന് മാത്രം. കരിക്കും വെള്ളം ഉണ്ടെങ്കിൽ കരിക്കും വെള്ളം തന്നെ എടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. ഫസ്റ്റ് നമുക്ക് ജലറ്റിൻ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതൊരു 10 മിനിറ്റോളം ഒന്ന് ഇതേപടി വെക്കണം. അപ്പം ആ സമയത്ത് നമുക്ക് കരിക്കും വെള്ളവും അതേപോലെ കുറച്ച് കരിക്കിൻ്റെ ആ ഫ്ലഷും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പം ഫ്ലഷ് എത്രയുണ്ടോ അതിൻ്റെ പകുതി എടുത്താൽ മതി അപ്പം ഇതിനകത്ത് അടിക്കാനായിട്ട്. ബാക്കി നമുക്ക് ആ കഷ്ണമായിട്ട് തന്നെ പുഡിങ്ങിൽ ഇടണം. കരിക്കും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതേപോലെ നന്നായിട്ടൊന്ന് ഞാൻ അടിച്ചെടുത്തു. കോക്കനട്ട് മിൽക്ക്, ഇനിയും കണ്ടൻസ് മിൽക്ക് കുറച്ച് ഒഴിച്ചിട്ട് ആ മധുരം ഒന്ന് നോക്കണം. നമ്മൾ പഞ്ചസാര ഇടുന്നില്ല. അതേപോലെ ഇപ്പം നമ്മളുടെ കരിക്കും വെള്ളത്തിന് നല്ല മധുരമുള്ള വെള്ളമാണെങ്കിൽ കണ്ടൻസ് മിൽക്ക് കുറച്ച് മതി. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അത്രയ്ക്ക് മധുരമുള്ള കരിക്കും വെള്ളം അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് മുഴുവനും ചിലപ്പം വേണ്ടി വരും. നമുക്ക് നോക്കാം, മിക്സ് ചെയ്തൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഗ്ലാസ് പുഡിംഗ് പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും അതേപോലെ കണ്ടൻസ് മിൽക്കും ഒഴിവാക്കുക. അതിന് പകരമായിട്ട് 2 ഗ്ലാസും കൂടെ എക്സ്ട്രാ, അപ്പം 3 ഗ്ലാസ് നമ്മളുടെ കരിക്കും വെള്ളം യൂസ് ചെയ്യുക. പക്ഷെ അതിൻ്റെ കൂടെ ഇപ്പം പഞ്ചസാരയും കൂടി ഇടേണ്ടി വരും. അപ്പം നല്ല ഗ്ലാസ് പുഡിംഗ് കിട്ടും. ബാക്കിയെല്ലാം ഇതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് കുറച്ചിപ്പം മധുരം കൂടുതൽ തോന്നിയാലും പുഡിങ് എല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് അത്രയും മധുരം വരില്ല. മധുരമൊക്കെ ഒന്ന് നോക്കുക. മധുരമൊക്കെ കറക്റ്റായി. എനിക്കിത് മുഴുവനും ഈ ടിന്ന് ഫുള്ള് വേണ്ടി വന്നിട്ടില്ല, ഒരു 1/4 ഭാഗം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ടിന്ന് ഒരു ടിൻ ഫുള്ള് ഇടാം. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മളുടെ ജലറ്റിനെല്ലാം ഇതേപോലെ ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനിയും ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. നമ്മൾ ഏത് പുഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നത്. ഇതെല്ലാം നല്ലോണം ഒന്ന് അലിഞ്ഞ് വരണം. അപ്പം അതുവരെ നമ്മളിത് ബോയിൽ ചെയ്യാം.
ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് തിളപ്പിക്കേണ്ടി വരും. ഇങ്ങനൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇപ്പം ആദ്യം നിങ്ങളിപ്പം ഡബിൾ ബോയിൽ ആണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ജലറ്റിൻ അലിയിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഈ പാത്രം ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇതങ്ങ് കട്ടിയാവും. ഇനി ഈ ജലറ്റിൻ ചൂടോടുകൂടെ തന്നെ ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജലറ്റിൻ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കരിക്കിൻ്റെ ഫ്ലഷും കൂടി ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം പുഡിങ് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഈ കരിക്ക് കടിക്കുന്നതൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. അങ്ങനെ പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു വലിയ ബൗൾ എടുക്കാം, അതല്ല ചെറിയ ചെറിയ പാത്രത്തിൽ വേണമെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലേക്ക് ആക്കാം. ഞാനിപ്പം ഇതേപോലെ ഒരു പാത്രവും അതേപോലെ ഒരു ചെറിയ ഒരു റാംകിൻസിലും കൂടെ ഒഴിച്ചു വെക്കുകയാണ്. ഇനിയും ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു 3 to 4 hours നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനിയും ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. ഒരു ക്ലിങ് കവർ ആവാം, അല്ലെങ്കിൽ ഒരു സിൽവർ ഫോയിൽ ആവാം. നന്നായിട്ട് പക്ഷെ ക്ലോസ് ആയിട്ട് ഇരിക്കണം. നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നതിനകത്ത് നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള ലിഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. പക്ഷെ നന്നായിട്ട് അടഞ്ഞിരിക്കണം. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലെ പല ഫുഡ് ഐറ്റംസിൻ്റെയും ചിലപ്പം മണം ഇതിനകത്തേക്ക്, സ്വീറ്റ് അല്ലേ, അപ്പം ഇതിനകത്തേക്ക് അബ്സോർബ് ചെയ്ത് എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇത് ക്ലോസ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. പിന്നെ ഒരു 3 to 4 hours ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഇളനീർ പുഡിങ് അല്ലേ, ടെൻഡർ കോക്കനട്ട് പുഡിങ് എങ്ങനെയാണ് ഇരിക്കുക എന്നൊന്ന് നോക്കാം. നമ്മളുടെ പുഡിങ് ഒക്കെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടൊരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരുന്നു. എന്തായി എന്നൊന്ന് നോക്കണ്ടേ. ചെറിയ ബൗളിൽ വെച്ചത് ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബൗളിൽ, ഇതേപോലെ ഒരു റാമക്കിൻസിലോ ചെറിയൊരു ബൗളിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരാൾക്കുള്ള പോർഷനേ ഉള്ളൂ. അപ്പം ഇതേപോലെ തന്നെ സെർവ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് അൺമോൾഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല സോഫ്റ്റ്, നല്ല ഇങ്ങനെ ഡാൻസിങ് പുഡിംഗ് ആണ് ഇത്. നമുക്ക് അതേപോലെ ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഈ ബൗളിൽ തന്നെ വെച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കുറച്ചുകൂടെ നിങ്ങൾക്കിപ്പം കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ജലറ്റിനെ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 to 2.5 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ടിരിക്കും. ഇതാ നമ്മളുടെ പുഡിംഗ് ഇതേപോലെ ഇരിക്കും. ഇപ്പം നമ്മൾ കരിക്ക് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കരിക്കിൻ്റെ ഒരു ഭാഗം ഒന്ന് എടുത്തിട്ട് ഇങ്ങനെയും നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഈ മുറിച്ച ഭാഗം എടുത്ത് നമുക്ക് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. നമ്മളുടെ അടിപൊളി ഇളനീർ പുഡിംഗ് അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് റെഡി. അപ്പം ഗാർണിഷിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്യണ്ട. കോക്കനട്ട് പുഡിംഗ് എന്ന് പറയുമ്പോൾ കോക്കനട്ടിന്റെ ടേസ്റ്റ് തന്നെ വരണം. അപ്പം നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ട് ഒന്ന് കാരമലൈസ് ചെയ്ത് ഇതിൻ്റെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതും നല്ലതാണ്. പക്ഷെ എപ്പോഴും കോക്കനട്ട് പുഡിംഗ് ഇതേപോലെ തന്നെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കറി ആൻഡ് സ്പൈസസ് രഞ്ജു സോൺ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. താങ്ക് യു.